സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സോളാർ വൈദ്യുതിക്ക് ഇനി മുതൽ ബാറ്ററി ബാക്കപ്പിന്റെ കരുത്ത്. കേരളത്തിന്റെ ഹരിത ഊർജ ഭാവിക്ക് വാഗ്ദാനമായി തീരുന്ന പുതുനീക്കങ്ങളുമായി സംസ്ഥാന സർക്കാർ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. കേരളത്തിന്റെ ഊർജ മേഖലയെ കൂടുതൽ സ്വയം പര്യാപ്തവും സുസ്ഥിരവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ പുതിയ ചുവടുവയ്പുകളുമായി മുന്നോട്ടു പോകുകയാണ്. 2026-2027 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എന്ന ബെസ് പദ്ധതിയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത്. സോളാർ പ്ലാന്റുകളിൽ നിന്ന് പകൽ സമയത്ത് ലഭിക്കുന്ന അധിക വൈദ്യുതി സംഭരിച്ച് രാത്രിയിലും ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാകുക. ഹരിത ഊർജ മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകുന്ന ഈ പദ്ധതി വൈദ്യുതി വാങ്ങാനായി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യം കുറയ്ക്കാൻ വഴിയൊരുക്കുമെന്നാണ് കേരള സർക്കാർ വിശദീകരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ വീടുകളിലും സ്ഥാപനങ്ങളിലുമായി ആയിരക്കണക്കിന് സോളാർ പ്ലാന്റുകളാണ് പ്രവർത്തിക്കുന്നത്. പകൽ സമയത്ത് ആവശ്യത്തിലധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അത് വൈദ്യുതി ഗ്രിഡിലേക്ക് നൽകുകയാണ് പതിവ്. എന്നാൽ സൂര്യപ്രകാശം ഇല്ലാത്ത രാത്രി സമയങ്ങളിൽ ഈ വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയാത്തതിനാൽ KSEBിക്ക് പുറത്തുനിന്ന് ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങേണ്ടതായി വരുന്നു. ഈ വെല്ലുവിളിക്കാണ് ബാറ്ററി സ്റ്റോറേജ് സംവിധാനം പരിഹാരമാകുന്നത്. പകൽ സമയത്ത് ലഭിക്കുന്ന അധിക വൈദ്യുതി ബാറ്ററികളിൽ സംഭരിച്ച് ആവശ്യമായ സമയത്ത് അതേ പ്രദേശത്തു തന്നെ വിതരണം ചെയ്യാൻ കഴിയുന്ന സംവിധാനമാണ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം. ഇതിലൂടെ വൈദ്യുതി പാഴാകാതെ സംരക്ഷിക്കാനും വൈദ്യുതി വിതരണത്തിലെ സ്ഥിരത ഉറപ്പാക്കാനും കഴിയും. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലും രാത്രിയിലും വൈദ്യുതി ആവശ്യകത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ സംവിധാനം ഏറെ സഹായകരമാണ്. ബജറ്റിൽ 2 തരത്തിലുള്ള സ്റ്റോറേജ് സംവിധാനങ്ങളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് മൈലാട്ടി, ബ്രഹ്മപുരം എന്നിവിടങ്ങളിലെ മാതൃകയിൽ വലിയ കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കുന്ന വൻകിട ബാറ്ററി സ്റ്റോറേജ് യൂണിറ്റുകളാണ്. രണ്ടാമത്തേത് ഓരോ പഞ്ചായത്തുകളിലും ട്രാൻസ്ഫോർമർ കേന്ദ്രീകരിച്ച് കമ്മ്യൂണിറ്റി അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുന്ന വികേന്ദ്രീകൃത ബാറ്ററി സ്റ്റോറേജ് സംവിധാനങ്ങളാണ്. പ്രാദേശികമായി വൈദ്യുതി സംഭരിക്കുകയും ആവശ്യാനുസരണം അതേ പ്രദേശത്ത് വിതരണം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ വൈദ്യുതി നഷ്ടം കുറയ്ക്കാനും വിതരണ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും കഴിയും. സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഗ്രിഡിലേക്ക് നൽകുന്ന പ്രൊസ്യൂമേഴ്സിനും ഈ പദ്ധതി വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. നിലവിൽ അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ പരമാവധി പ്രയോജനം ലഭിക്കാത്ത സാഹചര്യത്തിൽ ബാറ്ററി സ്റ്റോറേജ് സംവിധാനം വരുന്നതോടെ കൂടുതൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ ആളുകൾക്ക് താല്പര്യം വർദ്ധിക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കേരള ഡൊമസ്റ്റിക് സോളാർ പ്രൊസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റിയും ബജറ്റ് പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. PPP മാതൃകയിൽ സ്വകാര്യ ഏജൻസികളുടെയും രജിസ്റ്റർ ചെയ്ത സംഘടനകളുടെയും പങ്കാളിത്തത്തോടെ കമ്മ്യൂണിറ്റി ബാറ്ററി സ്റ്റോറേജ് സംവിധാനങ്ങൾ സ്ഥാപിക്കണമെന്നാണ് സംഘടനയുടെ നിർദ്ദേശം. പദ്ധതിയുടെ ചെലവ് എങ്ങനെ കണ്ടെത്താമെന്നും എങ്ങനെ കാര്യക്ഷമമായി നടപ്പാക്കാമെന്നും വിശദമായി ആലോചിക്കണമെന്നും എന്തായാലും ഈ പദ്ധതി സംസ്ഥാനത്തിന് വലിയ നേട്ടമാകുമെന്നുമാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം പദ്ധതിക്ക് മുന്നിലുള്ള വെല്ലുവിളികളും ചെറുതല്ല. ബാറ്ററി സ്റ്റോറേജ് സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ വലിയ സാമ്പത്തിക നിക്ഷേപം ആവശ്യമാണ്. ബജറ്റിൽ ഹരിത ഊർജ പദ്ധതികൾക്കായി 100 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെങ്കിലും സംസ്ഥാനമൊട്ടാകെ ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കാൻ അതിലും വലിയ തുക വേണ്ടിവരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സാങ്കേതിക വെല്ലുവിളികളും പദ്ധതിക്ക് മുന്നിലുണ്ട്. നിരവധി സോളാർ പ്ലാന്റുകൾ നിലവിൽ വന്നതോടെ പല ട്രാൻസ്ഫോർമറുകളും പരമാവധി ശേഷിയിലേക്ക് എത്തിയിട്ടുണ്ട്. ബാറ്ററി സ്റ്റോറേജ് സ്ഥാപിക്കുന്നതിലൂടെ മാത്രം ഈ പ്രശ്നം പരിഹരിക്കാനാകില്ല. കൂടുതൽ ശേഷിയുള്ള ട്രാൻസ്ഫോർമറുകൾ സ്ഥാപിക്കുകയോ നിലവിലുള്ളവ നവീകരിക്കുകയോ ചെയ്യേണ്ടതായുമുണ്ട്. ഇതിന് വൻതോതിൽ അടിസ്ഥാന സൗകര്യ വികസനവും സാമ്പത്തിക നിക്ഷേപവും ആവശ്യമാണ്. സോളാർ മേഖലയിലെ വ്യവസായികളും ബജറ്റ് പ്രഖ്യാപനത്തെ അനുകൂലമായി തന്നെയാണ് വിലയിരുത്തുന്നത്. ബാറ്ററി സ്റ്റോറേജ് സംവിധാനം യാഥാർത്ഥ്യമായാൽ സംസ്ഥാനത്ത് കൂടുതൽ സോളാർ നിക്ഷേപങ്ങൾ വരുമെന്നും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും അവർ അഭിപ്രായപ്പെടുന്നു. ഫണ്ട് കണ്ടെത്തൽ പ്രധാന വെല്ലുവിളിയായിരിക്കുമെങ്കിലും അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഈ മേഖലയിലുണ്ടാകുന്ന സാങ്കേതിക പുരോഗതി ചെലവ് കുറയ്ക്കാൻ സഹായിക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ബാറ്ററി സ്റ്റോറേജിൽ മാത്രം ഒതുങ്ങുന്നതല്ല സംസ്ഥാനത്തിന്റെ ഹരിത ഊർജ പദ്ധതികൾ. ജലാശയങ്ങളിൽ ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുക, ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധിപ്പിച്ച് പമ്പ്ഡ് സ്റ്റോറേജ് സംവിധാനങ്ങൾ വികസിപ്പിക്കുക, ഗ്രീൻ ഹൈഡ്രജൻ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ പദ്ധതികളും സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സോളാർ വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം അത് കാര്യക്ഷമമായി സംഭരിക്കുകയും ആവശ്യാനുസരണം വിതരണം ചെയ്യുകയും ചെയ്യുന്ന സംവിധാനം യാഥാർത്ഥ്യമായാൽ സംസ്ഥാനത്തിന്റെ ഊർജ്ജ മേഖലയ്ക്ക് വലിയ മാറ്റം കൈവരും. വെല്ലുവിളികൾ ഉണ്ടായാലും കൃത്യമായ ആസൂത്രണവും നിക്ഷേപവും നടപ്പാക്കലും ഉറപ്പാക്കിയാൽ കേരളം രാജ്യത്തെ ഹരിത ഊർജ്ജ മേഖലയിലെ മാതൃകാ സംസ്ഥാനങ്ങളിൽ ഒന്നായി മാറാൻ ഈ പദ്ധതികൾ വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയാണ് വിദഗ്ധർക്കുള്ളത്.
വാർത്തയുടെ നിറം തേടി തനിനിറം.